വാക്കുകളും വരകളും വിജയന്റെ മുന്നിൽ വിനീതമായി നിന്നു. ഒരു ഐന്ദ്രജാലക്കാരന്റെ കയ്യിറക്കത്തോടെ അവയിലൂടെ അദ്ദേഹം നവമായൊരു ലാവണ്യ സിദ്ധാന്തം നിർമ്മിച്ചു. വളരെ ശബ്ദം താഴ്ത്തി സംസാരിക്കുകയും ശ്രോതാവറിയാതെ അമ്പുകൾ കോർത്തുവെക്കുകയും ചെയ്യുന്നത് പതിവാക്കിയിരുന്ന അദ്ദേഹം ഒടുവിൽ വാക്കുകൾക്ക് മുമ്പിൽ നിരാധാരനായിരിക്കുന്നത് കാണേണ്ടി വന്നത് എനിക്കൊരിക്കലും മറക്കാവുന്നതല്ല. കടഞ്ഞെടുത്ത മുത്തുകൾ പോലുള്ള വാക്കുകളുടെ സ്ഥാനത്ത് ഉറുമ്പുകൾ എത്തിയിരിക്കുന്നു. ദുർബലമായ കാലുകൾ കൊണ്ട് ആ ഉറുമ്പുകൾ പറഞ്ഞു തീരാൻ കഴിയാത്ത ദുഃഖങ്ങൾ മൗനമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര പ്രാവശ്യം ആ കാഴ്ചകൾ എനിക്ക് വീർപ്പെടുക്കേണ്ടി വന്നു. ഒരിക്കലും എഴുതാനാവാത്ത ഒരു ഇതിഹാസത്തിന്റെ അദ്യാക്ഷരികൾ പോലെ തുടക്കവും ഒടുക്കവുമില്ലാത്ത ദുഃഖത്തിന്റെ സാഗരം. ഈ തറവാടിന്റെ സാന്ദ്രസ്ഥലികളിൽ നിന്റെ പിതൃക്കൾ നിനക്കായി കാത്തിരിക്കുന്നു. കാറ്റുയർന്നു, കരയിലിറങ്ങി, നൂലിഴ പോലെ നേർത്ത എന്റെ ശബ്ദം അതിൽ നഷ്ടപ്പെട്ടു. ചിലന്തികൾ നായാടാനെത്തുകയായി. ദൈവമേ, എന്റെ മൗഢ്യം മൂലമായിരിക്കുന്നല്ലോ നിന്റെ സനാതനമായ ആവർത്തനം ഞാൻ മറന്നത്. നീയാണല്ലോ തടവ് പുള്ളിയുടെ വാതിൽ. വിജയൻ എഴുതുകയായിരുന്നു. വിജയൻ, അലകളില്ലാത്ത ആകാശം. എസ് ജയചന്ദ്രൻ നായർ, പത്രപ്രവർത്തകനായ എസ് ജയചന്ദ്രൻ നായർ വിജയനെ ഓർത്തെടുക്കുകയാണ്. വിജയന്റെ കൃതികളിലൂടെ സഞ്ചരിക്കുകയാണ്. വിജയൻ എന്ന ആ മഹാപ്രതിഭയുടെ ആ പ്രവാചകത്വ തുല്യമായ എഴുത്തിന്റെ പന്താവിൽ എവിടേക്കോ ആ ഒരു സാന്ദ്ര സ്വപ്നങ്ങളെ വീണ്ടെടുത്തുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ കൃതിയിലൂടെ. അതെ, ഓർമ്മകൾ, കുറിപ്പുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചെറിയ ഈ കൃതിയിലെ കുറിപ്പുകൾ ഏറെ നാളായി ആലോചിക്കുകയും സ്വയം ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതിലൂടെ വിജയനെ കണ്ടെത്തുകയല്ല, ഊഷ്മളമായ ഒരു ഓർമ്മ അക്ഷരങ്ങളിൽ പകർത്തുക മാത്രമാണ് ഇവിടെ. ദീർഘമായ ഗ്രന്ഥങ്ങൾ വേണ്ടിവരും വിജയൻ എന്ന സമസ്യയുടെ കുരുക്കൾ അഴിക്കാൻ. അതിന് സമർത്ഥ്യമുള്ളവർക്കായി ഇത് വിട്ടുകൊടുത്തുകൊണ്ട് എൻ്റെ മനസ്സിൽ താലോലിച്ചുകൊണ്ട് നടന്ന ചില നിരീക്ഷണങ്ങൾ അടയാളപ്പെടുത്തുക മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ കൃതി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം അറിയാതെ ഏതോ ഒരു സാന്ദ്രഭാവത്തിൻ്റെ പിന്മുറക്കാരായിട്ട് മാറുന്നു. നാം വാക്കുകളുടെ ഉപാസകരായിട്ട് മാറുന്നു. നാം സന്ദേഹപ്പെട്ട പാതയിലെ പിന്മുറക്കാരായിട്ട് മാറുന്നു. എവിടെയോ ഹൃദയത്തിൻ്റെ അകത്ത് എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വെളിച്ചത്തെ വീണ്ടെടുക്കുന്ന മനുഷ്യരായിട്ട് മാറുന്നു. മനുഷ്യത്വം എന്ന വികാരത്തിൻ്റെ മൂർത്തഭാവത്തിലേക്ക് നാം തിരിച്ചിറങ്ങുന്നു. അതെ, സർവോപരി നാം വിജയൻ എന്ന പ്രവാചകനെ തിരിച്ചറിയുന്നു. ജയചന്ദ്രൻ നായരുടെ ഈ ഓർമ്മപ്പെടുത്തലിന്, ജയചന്ദ്രൻ നായരുടെ ഈ ഓർമ്മക്കുറിപ്പിന് മലയാളിക്ക് വേണ്ടി, ഈ ഭാഷയ്ക്ക് വേണ്ടി നാം ഓരോരുത്തർക്ക് വേണ്ടിയും നന്ദി പറയേണ്ടതുണ്ട്. വിജയൻ, അലകളില്ലാത്ത ആകാശം, എസ് ജയചന്ദ്രൻ നായർ.